148 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഒരു പാലം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്ന്. നിർമ്മിച്ച വർഷങ്ങൾക്കുള്ളിൽ പുതിയ പാലങ്ങൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കരുത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയാണ് ഈ പാലം. കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മാറിയ ആ പാലത്തിന്റെ കഥ കണ്ണൻ നായർ പറഞ്ഞുതരും. അതായത് 10 ആനകൾ ഒരുമിച്ച് കയറിയാൽ പോലും തകരാത്ത ഒരു പാലം, അതും തൂക്കുപാലം. 1877 നിർമ്മിച്ചതാണ്, രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. അതാണ് നിങ്ങളുടെ നാട്ടിലെ ഈ കാണുന്ന പുല്ലൂർ തൂക്കുപാലം. ഇവിടെ ഭയങ്കര വനമായിരുന്നു ഈ ഏരിയ. പുല്ലൂർ പട്ടണം വെച്ചാൽ ഭയങ്കര വനമായിരുന്നു. അങ്ങനെ രാജാവാണ് ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി, അതായത് ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറെ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചത്. ഇത്തരത്തിലുള്ളൊരു പാലം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. തൂക്കുപാലത്തിന് സമാനമായ രീതിയിലുള്ള പാലങ്ങൾ ഉണ്ടായിട്ടില്ല. കാര്യം കല്ലട ആറിങ്ങനെ വളരെ ശാന്തമായിട്ട് കിടക്കുമെന്ന് തോന്നും, പക്ഷേ അടിയിൽ നല്ല ഒഴുക്കും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. ആ സമയത്ത് എന്തായാലും അല്ലാത്ത ഒരു തൂഴിൽ തീർക്കുന്ന പാലം പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു സൈഡിൽ വാഹനം കയറുമ്പോൾ മറിച്ചൊരു പൊങ്ങുമായിരുന്നു. ഇവിടെ ഇതുവരെ വാഹനം കയറുമ്പോൾ അവിടെ പൊങ്ങുമായിരുന്നു, അവിടെ വാഹനം കയറുമ്പോൾ ഇവിടെ പൊങ്ങുകൾ അങ്ങോട്ടും. അതായത് വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയാ. അന്ന് ഇവിടെ ഫുള്ള് കാടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിലെ ബസ്സിൽ കരയും പോയിട്ടുണ്ട്. പാലത്തിന് ഇന്നത്തെ പോലെ ഈ ഇതൊന്നും അറേഞ്ച്മെൻ്റ് ഒന്നും അന്നില്ല. ബസ് പാലത്തിൽ കയറുമ്പോൾ ഇവിടെ കയറുമ്പോൾ അവിടെ പൊങ്ങും. 1871 നിർമ്മാണം ആരംഭിച്ച് 77 നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അന്ന് നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഉരുക്ക് നിർമ്മാണശാലകളോ ഇത്തരത്തിലുള്ള നട്ടുകൾ നിർമ്മിക്കുന്ന ശാലകളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പൈപ്പുകൾ, ഈ ചങ്ങലകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊണ്ടുവന്ന് ആദ്യം കൊല്ലത്ത് തങ്കശ്ശേരി പോർട്ടിൽ അത് ഇറക്കി. അതിനുശേഷം അന്ന് പറയുന്ന ആനവണ്ടിക്കകത്താണ് ഇവിടെ കൊണ്ടുവന്നെന്നാണ് പറയപ്പെടുന്നത്. ഈ 2 സൈഡിലും തൂങ്ങിക്കിടക്കുന്ന ചങ്ങല, അതാണ് ഇതിനകത്തെ ഏറ്റവും ഹൈലൈറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ 4 കിണറുകളുണ്ട്. ആ കിണർ എന്തോ വേണ്ടിയാ ഇത് ബന്ധിപ്പിച്ചേക്കുന്നത് ചങ്ങല കൊണ്ടുവന്ന് കൂട്ടിയേക്കുന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്ത ഒരു എഞ്ചിനീയറിംഗിന്റെ വൈഭവമാണ്. അന്ന് ഈ കല്ലാശാരിമാരെ കൊണ്ട് പൊത്തിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഇപ്പോഴൊക്കെ ക്രെയിനൊക്കെ ഉണ്ട്. അന്നൊക്കെ ടെക്നോളജി എന്തൊക്കെയാണെന്ന് അറിയില്ല. അത് കയറ്റി നമ്മുടെ തിരുവിതാംകൂറിന്റെ രാജമുദ്ര അടക്കമുണ്ട്, മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തമിഴ്നാടുമായിട്ട് ഏറ്റവും കൂടുതൽ വാണിജ്യബന്ധം ഊട്ടിയുറപ്പിച്ച ഒരു പാലവും കൂടിയാണ്. ഇവിടെ നേരെ തെങ്കാശിയിലേക്കും മധുരയിലേക്കൊക്കെ തന്നെ വാഹനങ്ങൾ പോകാൻ പറ്റും. എന്നാ ഈ വാഹന ഗതാഗതം അവസാനിപ്പിച്ചേ? 1970 ഒരു സമാന്തര കോൺക്രീറ്റ് പാലം വരുന്നത്. അതിനുശേഷം ഇതുവഴി വാഹനങ്ങൾ പോകാതായി. അതുവഴിയാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പുല്ലൂർ തൂക്കുപാലം. അതെ അതെ. ഞങ്ങൾ കോന്നി ആനക്കുട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാലുകാച്ചിന് വന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് നമുക്കൊന്ന് പോകാമെന്നുള്ളൊരു സന്തോഷമായിരുന്നു. വളരെ സന്തോഷം. കണ്ടേ സന്തോഷം. കാരണം 150 വർഷത്തോളം പഴക്കമുള്ള പാലത്തെ കയറാൻ പറ്റിയത് തന്നെ ഞങ്ങൾ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇത് നിർമ്മിച്ചേക്കുന്നത് കോൺക്രീറ്റോ ഇരുമ്പോ ഒന്നുമല്ല, തടിയാണ്. തമ്പകം എന്ന് പറയുന്നത് ഏറ്റവും കട്ടിയുള്ള മരമാണ്. മരത്തിൻ്റെ പലക ഉപയോഗിച്ചാണ് നേരെ ബോൾട്ടൊക്കെ ഇട്ട് ബോൾട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. എത്രയോ വർഷത്തെ പഴക്കമുണ്ട്. എന്നിട്ടും ഒരു കുഴപ്പമില്ലാത്ത അതിഗംഭീരമായിട്ടുള്ള മനുഷ്യൻ്റെ നിർമ്മിതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂക്കുപാലങ്ങളിലൊന്നായ പുല്ലൂർ തൂക്കുപാലം. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.